രാവിലെ എഴുന്നേറ്റിട്ടും ക്ഷീണം പോകുന്നില്ലേ? ഭക്ഷണം കഴിച്ചാൽ വയർ നിറഞ്ഞു കിടക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ? തല ഭാരമുള്ളത് ശരീരം അന്നതാ, നാവിൽ വെള്ളപ്പാടുകൾ. ആയുർവേദം പറയുന്നത് ഇത് വെറും അസുഖം മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിൽ ആമ അടിഞ്ഞുകൂടുന്ന ലക്ഷണങ്ങളാകാം. ഇന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ആമ, അത് എങ്ങനെ രൂപപ്പെടുന്നു, എന്തുകൊണ്ട് ഇത് പല രോഗങ്ങളുടെ തുടക്കമെന്ന് ആയുർവേദം പറയുന്നു, അത് കുറയ്ക്കാൻ എന്തു ചെയ്യാം. ആയുർവേദത്തിൽ ആമ എന്നത് വിഷാംശം എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷെ അത് വെറും പുറത്തുനിന്നുള്ള വിഷമല്ല. ശരീരത്തിന് ദഹിപ്പിക്കാനോ പുറത്താക്കാനോ കഴിയാതെ പോകുന്ന അർദ്ധദഹിതമായ ഭക്ഷണവും മാലിന്യവുമാണ് ആമ. ഒരു ഉദാഹരണം നോക്കാം. അരി പകുതി വേവിച്ചാൽ എങ്ങനെയിരിക്കും? ഒട്ടിപ്പിടിക്കുന്നതും ഭാരമുള്ളതും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതും. അതാണ് ശരീരത്തിനുള്ളിലും നടക്കുന്നത്. ആയുർവേദം പറയുന്നത് ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം അഗ്നിയാണ്. അഗ്നി എന്ന് പറയുന്നത് ശരീരത്തിലെ ദഹനശക്തി. ഈ അഗ്നി ശക്തമായാൽ ഭക്ഷണം നന്നായി ദഹിക്കും, ഊർജം ലഭിക്കും, ശരീരം ശുദ്ധമാകും. പക്ഷേ അഗ്നി ദുർബലമായാൽ ഭക്ഷണം പൂർണ്ണമായി ദഹിക്കില്ല, ശരീരത്തിൽ മാലിന്യം അടിയും. അതാണ് പിന്നീട് ആമ ആകുന്നത്. ഇന്നത്തെ ലൈഫ് സ്റ്റൈലാണ് ആമയുടെ വലിയ കാരണം. ചില സാധാരണ കാരണങ്ങൾ: അമിതമായി ഭക്ഷണം കഴിക്കൽ, വിശപ്പില്ലാതെ കഴിക്കൽ, രാത്രി വൈകി ഹെവി ഫുഡ്, ജങ്ക് ഫുഡ് ആൻഡ് പ്രോസസ്ഡ് ഫുഡ്, ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ നോക്കുന്നു, സ്ട്രെസ് ഈറ്റിംഗ്, ഉറക്കക്കുറവ്, എക്സസൈസ് ഇല്ലായ്മ. ആയുർവേദം പറയുന്നത് മനസ്സ് അസ്വസ്ഥമായാൽ ദഹനവും അസ്വസ്ഥമാകും. ആമ ശരീരത്തിൽ കൂടുമ്പോൾ ശരീരം ചില സിഗ്നൽസ് നൽകും. എപ്പോഴും ക്ഷീണം, ബ്ലോട്ടിംഗ്, കോൺസ്റ്റിപ്പേഷൻ, ബോഡി ഹെവിനെസ്, ബാഡ് ബ്രെത്ത്, കോട്ടഡ് ടങ്. ആമ ശരീരത്തിലെ ചാനൽസ് ബ്ലോക്ക് ചെയ്യുന്നു എന്ന് ആയുർവേദം പറയുന്നു. ഇത് ദോഷ ഇംബാലൻസ് ഉണ്ടാക്കും. ദീർഘകാലം ആമ കൂടിക്കൊണ്ടിരുന്നാൽ ജോയിൻറ്റ് പ്രോബ്ലംസ്, ഒബിസിറ്റി, സ്കിൻ ഡിസീസസ്, ഫാറ്റിക് ഡിസോർഡേഴ്സ്, ഡൈജസ്റ്റീവ് ഡിസീസസ്, ഇൻഫ്ലമേഷൻ, പല രോഗങ്ങളുടെയും തുടക്കം ദഹനക്കുറവിൽ നിന്നാണ് എന്നാണ് ആയുർവേദത്തിൻ്റെ ദൃശ്യം. ശരീരത്തിൽ ആമ കുറയ്ക്കാൻ ആയുർവേദം പറയുന്ന ചില സിമ്പിൾ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാം. ചൂടുവെള്ളം കുടിക്കുക, രാവിലെ ഇഞ്ചി വെള്ളം, മൈൻഡ്ഫുൾ ഈറ്റിംഗ്, വിശപ്പുള്ളപ്പോൾ മാത്രം ഭക്ഷണം, രാത്രി ലൈറ്റ് ഡിന്നർ, റെഗുലർ എക്സസൈസ്, നല്ല ഉറക്കം. ഏറ്റവും പ്രധാനപ്പെട്ടത് ദഹിക്കാത്തതിനെ വീണ്ടും ശരീരത്തിലേക്ക് നിറയ്ക്കരുത്. ആയുർവേദം രോഗം വന്ന ശേഷം മാത്രം ചികിത്സിക്കുന്നില്ല, രോഗം വരുന്നതിന് മുമ്പ് ശരീരത്തിൻ്റെ സിഗ്നൽസ് മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്നു. അതിനാൽ ക്ഷീണം, ബ്ലോട്ടിംഗ്, ഹെവിനെസ് പോലുള്ള ചെറിയ ലക്ഷണങ്ങളെ ഇഗ്നോർ ചെയ്യരുത്. കാരണം ശരീരം ആദ്യം ചുരുങ്ങിയ ശബ്ദത്തിൽ സംസാരിക്കും, പിന്നീട് മാത്രമാണ് അത് നിലവിളിക്കുന്നത്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ഷെയർ ചെയ്യൂ. ആയുർവേദ ബേസ്ഡ് ഹെൽത്ത് കണ്ടന്റ് വേണ്ടി ഫോളോ ചെയ്യാനും മറക്കല്ലേ.